ഇടക്കൊച്ചിയിലെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ട്രാഫിക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കൊച്ചി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് ഗോയൽ IPS സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ട്രാഫിക് നിയന്ത്രണ മാർഗങ്ങൾ തീരുമാനിക്കാൻ മെയ് 6-ന് സർവകക്ഷി യോഗം ചേരും. ഇടക്കൊച്ചിയിലെ കണ്ണങ്ങാട്ട് റോഡും PWD റോഡും ചേരുന്ന സെന്റ് മേരീസ് പള്ളിക്ക് മുൻവശത്തെ ജംഗ്ഷനിൽ പതിവായി അനുഭവപ്പെടുന്ന ട്രാഫിക് തടസ്സങ്ങളും അപകടങ്ങളും ചൂണ്ടിക്കാട്ടി ഇടക്കൊച്ചി സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് ഗോയൽ IPSന് നിവേദനം സമർപ്പിച്ചിരുന്നു. നിവേദനം പരിഗണിച്ച് അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടെത്തി സ്ഥലം സന്ദർശിക്കുകയും അസോസിയേഷൻ ഭാരവാഹികളുമായി സംസാരിക്കുകയും ചെയ്തു. So I was in Wayanad earlier, so you can ask there. So we have made plans for each junction. Wherever black spots are there, we identified black spots where multiple accidents have happened. Then we convened multiple meetings. On-spot inspections also done, and proposals made and given to PWD and everybody to implement. So I've worked a lot on this front for reducing road accidents. ഇതിന് തുടർച്ചയായി മെയ് 6-ന് രാവിലെ 11 മണിക്ക് ഇടക്കൊച്ചി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കൗൺസിലർമാർ, PWD ഉദ്യോഗസ്ഥർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേരും. ജംഗ്ഷനിൽ സീബ്ര ലൈൻ വരയ്ക്കുന്നതിനും സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനും പോലീസിന്റെ സ്ഥിര സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ആവശ്യമായ തീരുമാനം ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഉറപ്പു നൽകി. ECRA പ്രസിഡന്റ് ജോൺ റിബെല്ലോ, കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MP ജോസഫ്, PT മാനുവൽ, സതീഷ് പടക്കാറ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,